നല്ല ഒന്നാം തരം ചിക്കൻ കൊണ്ടാട്ടായാലോ? റെസ്റ്റോറന്റിൽ നിന്നൊക്കെ കിട്ടൂലേ? അതന്നെ സാധനം. അങ്ങനെയാന്നാണ് കഴിച്ചവരുടെയൊക്കെ അഭിപ്രായം. അപ്പൊ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? കറക്റ്റ് പറയുകയാണെങ്കിൽ 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങേന്റെ നീര് മുഴുവൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചിക്കനിൽ നല്ലപോലെ ഒന്ന് പെരക്കിയെടുക്കാം. പിന്നെ ഇല്ലേ, നാരങ്ങ നീരിന് പകരം വിനാഗിരി ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടാന്ന് വെച്ചാല് മൈദപ്പൊടിയോ കോൺഫ്ലോറോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഇവിടെ ഇപ്പോ മൈദപ്പൊടിയും വേണ്ട, കോൺഫ്ലവറും വേണ്ട. ഇങ്ങനെ തന്നെ ചിക്കൻ പൊരിച്ച് കഴിക്കാനും വേറെ തന്നെ ടേസ്റ്റാ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാനും കൂടെ പറയാം. എന്താന്ന് വെച്ചാല് നമ്മള് ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത് മസാലയൊക്കെ പെരക്കിയിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ആ സമയത്ത് ചിക്കനില് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടും. ഇതിപ്പോ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്താണേ. ഇത് നമ്മളിപ്പോ വെളിച്ചെണ്ണയിലാ പൊരിച്ചെടുക്കുന്നത്. ഓയിലൊന്നും എടുക്കണ്ട. വെളിച്ചെണ്ണ തന്നെ മതി. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാല് നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ആയാല് നമുക്ക് ചിക്കൻ കോരി മാറ്റാം. ഇതിപ്പോ രണ്ട് സൈഡും നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കോരി മാറ്റാം. ഇതിപ്പോ നമ്മൾ പെരക്കി വെച്ച ചിക്കൻ എന്തായാലും ഒറ്റയടിക്ക് പൊരിച്ചെടുക്കാൻ പറ്റൂല. തിരക്കാക്കണ്ട. 2 ബാച്ചായിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പൊ ഇത് എന്റെ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ചും കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതാദ്യമേ പറയണ്ടേനു. പക്ഷെങ്കില് വിട്ടുപോയി. വേറൊന്നുമല്ല, ചിക്കൻ പൊരിക്കുമ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ചിക്കൻ പൊരിക്കറേ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ എപ്പോഴും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി വെച്ചാല് ചിക്കൻ കരിഞ്ഞു പോവും. ചിക്കൻ കരിയാൻ പാടില്ല. നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ടാവണം. പക്ഷെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ എപ്പോഴും ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഈ ഒരു ബാച്ചും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതായത് മസാല പരിപാടി തുടങ്ങാം. അപ്പോൾ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയില്ലേ, അതന്നെയാ. അതുകൊണ്ടാണ് ഈ ഒരു കളറ്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്താൽ മതി. ഇനി അതിലേക്ക് ഇതിപ്പോൾ ഒരു 5-6 വറ്റൽമുളക് നടുകൂടെ മുറിച്ചിട്ടതാണേ. ഈ വറ്റൽമുളക് ഈ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. പക്ഷേങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം. കാരണം നമ്മൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന. അപ്പൊ ലാസ്റ്റ് ഈ വറ്റൽമുളകെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ആണ് വേറൊരു ഭംഗി ഉണ്ടാവുക. അപ്പൊ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്യണേ. ഇനിയിപ്പോൾ വറ്റൽമുളക് കോരി മാറ്റുക. ഇനിയിപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില എത്ര ഉണ്ടോ അത്രത്തോളം ഇട്ടോ, അത്രത്തോളം ടേസ്റ്റും കൂടും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ചെറിയുള്ളിയാണേ. ഇനിയിപ്പോ ചെറിയുള്ളി ഇല്ലെങ്കിൽ വെല്ലുള്ളി ഇട്ട് കൊടുത്താൽ മതി. വെല്ലുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ചെറുതായിട്ടല്ല നടുക്കൂടെ ഇങ്ങനെ മുറിച്ചിട്ടതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈയിടെയായിട്ട് മറവി കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എത്ര ചെറിയുള്ളി എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു 12 ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം വലിയ ചെറിയുള്ളിയാ. അതുകൊണ്ടാ 12 എണ്ണം മാത്രം എടുത്തത്. ഇനി ചെറുതാണെങ്കിൽ ഒരു 10, 20 ചെറിയുള്ളിയെല്ലാം എടുക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ചെറിയുള്ളി ഇല്ലെങ്കിൽ വെല്ലുള്ളി എടുത്താൽ മതിയെന്ന്. വെല്ലുള്ളി ഇങ്ങനെ കുനുകുനാന്നരിയൂലേ, അങ്ങനെ അരിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഉള്ളി അധികമൊന്നും വഴണ്ട് വരണ്ട. കുറച്ചൊന്ന് ആയി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതിനും വഴിയുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ കുനുകുന അരിഞ്ഞതോ ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ ഇതാ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബാക്കിയെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ട്. അതായത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. എൻ്റെ കെട്ടിയോൻ എപ്പോഴും പറയും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കൊണ്ടാട്ടം ഇങ്ങനെയല്ല, അതിന് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും. എൻ്റെ കൊണ്ടാട്ടത്തിന് എരിവില്ലാന്ന്. സാധാരണ ഞാൻ അധികം എരിവിടലില്ല. പക്ഷേങ്കിൽ ഈ പരാതി കൊണ്ട് ഇന്ന് ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ പോലെ എരിവ് വേണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് അധികം ഇട്ട് കൊടുക്കണ്ട. ഇനി സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ എൻ്റെ കെട്ടിയോനെ പോലെ നല്ല എരിവ് വേണ്ട ആൾക്കാരാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ധാരാളം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട.
അപ്പോൾ പിന്നെ എരിവായിരിക്കില്ല, നല്ല മധുരമായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് സോസ് പോരാന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കൂടിപ്പോയി എന്ന് തോന്നിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം ഗ്രേവി വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി എന്നെപ്പോലെ അത്യാവശ്യം ഗ്രേവി വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അരക്കപ്പോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലൊക്കെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഒരുപാട് ഗ്രേവി വേണമെന്ന് വിചാരിച്ചിട്ട് കറി പോലെ ആക്കി കളയല്ലേ. കുറച്ച് നമ്മുടെ ആ സെമി ഗ്രേവി സെറ്റപ്പില്ലേ, അങ്ങനെ ആക്കി എടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇന്നെനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കല്ലേ. നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് പോരാന്ന് തോന്നിയതുകൊണ്ട് പിന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ചിക്കനും ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. പൊരിച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഫ്ലെയിം നല്ലപോലെ കൂട്ടാം. രണ്ടാമത് ചെയ്യേണ്ടത് എന്നിട്ട് നല്ലപോലെ ഈ ചിക്കൻ ഈ ഗ്രേവിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഗ്രേവി ചിക്കനിൽ എല്ലായിടത്തിലും നല്ലപോലെ പിടിക്കണം. അപ്പോഴേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വറ്റൽമുളകില്ലേ, അത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് മാത്രം പോരാ, കറിവേപ്പിലയും കൂടെ വേണം. കറിവേപ്പില ആവശ്യത്തിനും അനാവശ്യത്തിനും ഇട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കാൻ വേണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണേ.